ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ ഖൈബർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഖൈബർ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? അതിൻ്റെ പര്യവസാനം എങ്ങനെയായിരുന്നു? അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് പറയുന്നത് മുഅ്ത യുദ്ധത്തെക്കുറിച്ചാണ്. ഏറ്റവും വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഘോര യുദ്ധമായിരുന്നു പ്രസ്തുത യുദ്ധം, മുഅ്ത യുദ്ധം. പ്രവാചക ജീവിതത്തിൽ മുസ്ലിങ്ങൾ നേരിട്ട ഏറ്റവും അധികം രക്തം ചിന്തിയ യുദ്ധമായിരുന്നു ഇത്. ഹിജ്റയുടെ 8-ാം കൊല്ലം ജമാദുൽ അവ്വലിൽ, ക്രിസ്തബ്ദം 629 ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലായിരുന്നു പ്രസ്തുത യുദ്ധം നടന്നത്. മുഅ്ത സിറിയൻ അതിർത്തിയിലുള്ള ഒരു പ്രദേശമായിരുന്നു. അതിനും ബൈത്തുൽ മഖ്ദസിനും ഇടയിൽ അന്ന് 2 ദിവസത്തെ വഴിദൂരമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിദേശ രാഷ്ട്ര തലവന്മാർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ടും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടും കത്തയച്ചു. അപ്രകാരമുള്ളൊരു കത്തുമായി അൽ ഹാരിസ് ബിൻ ഉമൈർ അൽ അസ്ദി റളിയല്ലാഹു തആല അൻഹു എന്ന ദൂതനെ ബുസൈലെ രാജാവിലേക്ക് അയച്ചു. ദൂതനെ സിറിയൻ അതിർത്തിയിലെ ബൽഖായിൽ കൈസറിൻ്റെ പ്രതിനിധിയായിരുന്ന ശുറഹ്ബീൽ ബിൻ അംർ അൽ ഖസാനി ബന്ദിയാക്കുകയും വധിക്കുകയും ചെയ്തു. ഈ വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ദൂതൻ ഒരിക്കലും ആക്രമിക്കപ്പെട്ടുകൂടാ. സന്ദേശവാഹകനാണ്. ഒരാളുടെ സന്ദേശവും കൊണ്ടുപോകുന്നയാൾ പിടിക്കപ്പെടുക, ബന്ധിക്കപ്പെടുക, വധിക്കപ്പെടുക, അത് നീതിയുക്തമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിഞ്ഞപ്പോൾ അതിന് പ്രതികാരം ചോദിക്കാൻ 3000 ഭടന്മാർ അടങ്ങുന്ന ഒരു വലിയ സൈന്യത്തെ സജ്ജമാക്കി. ഈ സൈന്യം ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും വലിയ ആൾബലമുള്ളതായിരുന്നു. ഇതുപോലെ അഹ്സാബ് യുദ്ധം അഥവാ ഖന്തക് യുദ്ധത്തിന് വേണ്ടിയല്ലാതെ ഇതിനു മുമ്പ് ഒരു സൈന്യത്തെ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ല. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് സേനാനായകനായി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത്. സെയ്ദ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടാൽ പിന്നീട് നേതൃത്വം ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കണമെന്ന് അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. ഇനി ജഅഫറും വധിക്കപ്പെട്ടാൽ സൈന്യത്തിൻ്റെ നായകത്വം അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കണമെന്ന് അവിടെ നിർദ്ദേശിച്ചു. മുസ്ലിം സൈന്യത്തിൻ്റെ ശുഭ്രപതാക, വെള്ളപ്പതാക സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ഏൽപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അവയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അൽ ഹാരിസ ബിൻ ഉമൈർ വധിക്കപ്പെട്ട സ്ഥലത്തെത്തിയാൽ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. നമ്മൾ പറഞ്ഞു പ്രവാചകൻ അയച്ച ദൂതൻ വധിക്കപ്പെട്ടുവെന്ന്. ആ സ്ഥലത്തെത്തിയാൽ
അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അവർ അതിനുത്തരം ചെയ്താൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കരുത്. മറിച്ചാണെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുകയും അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുക. അവിടുന്ന് അവരോട് ഇപ്രകാരം ഉപദേശിച്ചു: അള്ളാഹുവിനെ നിഷേധിച്ച നിഷേധികളുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. നിങ്ങൾ ചതിയോ വഞ്ചനയോ കാണിക്കരുത്. കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും വധിക്കരുത്. ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്നവരെ വധിക്കരുത്. ഈത്തപ്പനകളോ മറ്റു വൃക്ഷങ്ങളോ മുറിക്കുകയോ കെട്ടിടങ്ങൾ തകർക്കുകയോ ചെയ്യരുത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിർദ്ദേശവും ഉപദേശവുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എതിരിടുന്നവരോട് മാത്രമാണ് യുദ്ധം, അല്ലാതെ അവിടെയുള്ള മുഴുവൻ ആളുകളോടുമല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒഴിവാക്കേണ്ട ആളുകൾ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായം ചെന്ന ആളുകളുണ്ട്, ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളൊക്കെയുണ്ട്. വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, ഈത്തപ്പനകൾ മുറിച്ചു മാറ്റരുത്, കെട്ടിടങ്ങൾ തകർക്കരുത്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ പ്രവാചകൻ നൽകിയ, യുദ്ധത്തിന് പുറപ്പെട്ട സൈന്യത്തിന് നൽകിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായിരുന്നു. സൈന്യം പുറപ്പെടാൻ തയ്യാറായപ്പോൾ ജനങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത നേതാക്കൾക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു. അവർ അവരോട് സലാം പറഞ്ഞു. സൈന്യം പുറപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സനിയ്യത്തുൽ വദാ വരെ അവരെ അനുഗമിച്ചു. അവിടെ നിൽക്കുകയും അവരെ യാത്രയാക്കുകയും ചെയ്തു. ഇസ്ലാമിക സൈന്യം വടക്കു ഭാഗത്തേക്ക് യാത്ര ചെയ്ത് ഹിജാസിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിറിയയിലെ മആനിൽ എത്തിച്ചേർന്നു. അപ്പോൾ 1,00,000 റോമൻ പടയാളികളുമായി ഹിർക്കൽ ചക്രവർത്തി ബൽഖായിലെ മആബിലെത്തിയ വിവരം അറിഞ്ഞു. ലുഖ്മ്, ജുദാം, ബൽഖീൻ, ബഹ്റാ, ബലിയ് ഇവിടങ്ങളിൽ നിന്നും 1,00,000 പോരാളികളെ കൂട്ടി ആ സൈന്യത്തിലേക്ക് അവർ കൂട്ടിച്ചേർത്തു. ഈ വിവരമറിഞ്ഞ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ന്യൂനപക്ഷം വരുന്ന സൈന്യം ഭൂരിപക്ഷത്തോട് യുദ്ധം ചെയ്ത് ജയിക്കുകയോ, 3000 ആളുകൾ 2,00,000 ആളുകളുമായി ഏറ്റുമുട്ടുകയോ? അവർ മആനിൽ 2 ദിവസം തങ്ങി കാര്യങ്ങളെക്കുറിച്ച് കൂടിയാലോചന നടത്തി. അവർ പറഞ്ഞു, നമുക്ക് നമ്മുടെ ശത്രുവിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് പ്രവാചകനെ അറിയിക്കാൻ കത്തയക്കാം. നമുക്ക് കൂടുതൽ സഹായ സൈന്യത്തെ ആവശ്യപ്പെടാം. അല്ലെങ്കിൽ അവിടുത്തെ കൽപ്പന കിട്ടിയാൽ അതുപോലെ നമുക്ക് നീങ്ങാം. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അദ്ദേഹം ജനങ്ങൾക്ക് ആവേശം പകർന്നു. അദ്ദേഹം പറഞ്ഞു, നാം രക്തസാക്ഷിത്വം വഹിക്കാൻ പുറപ്പെട്ടവരാണ്. നാം എണ്ണം കൊണ്ടും ശക്തി കൊണ്ടും പെരുപ്പം കൊണ്ടുമല്ല യുദ്ധം ചെയ്യുന്നത്. നമുക്ക് മുന്നിൽ 2 നന്മയുടെ മാർഗമുണ്ട്: വിജയം അല്ലെങ്കിൽ ഷഹാദത്ത്, വീരമൃത്യു. ഈ 2-ലൊന്ന് നേടാൻ തയ്യാറാവുക. മുസ്ലിങ്ങൾ ഒന്നടങ്കം അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ പിന്തുണച്ചു. മൗത്തയിൽ വെച്ച് 2 സൈന്യവും കണ്ടുമുട്ടി. യുദ്ധം ആരംഭിച്ചു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. 3000 ഭടന്മാർ 2,00,000 വരുന്ന പോരാളികളുമായി ഏറ്റുമുട്ടുന്ന രംഗം. ഭൂമി സാക്ഷ്യം വഹിച്ച പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അത്. ഈമാനിൻ്റെ കാറ്റ് വീശിയാൽ അത് അത്ഭുതങ്ങൾ കൊണ്ടുവരും എന്ന് നമുക്കറിയാം. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, സൈന്യനായകൻ, ഇസ്ലാമിൻ്റെ പതാക വഹിച്ചു. മരണം വരെ യുദ്ധം ചെയ്തു. അദ്ദേഹം വധിക്കപ്പെട്ടു, ഷഹീദായി. പ്രസ്തുത പതാക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലേക്ക് എത്തി. ജഅഫർ റളിയല്ലാഹു അൻഹു പതാക ഏന്തി ധീരമായി പൊരുതി
അദ്ദേഹവും വധിക്കപ്പെട്ടു, ഷഹീദായി. 50ഓളം വെട്ടും കുത്തും അദ്ദേഹത്തിന് ഏറ്റിരുന്നു. എന്നാൽ ഒരൊറ്റ മുറിവ് പോലും അദ്ദേഹത്തിൻ്റെ മുതുകിൽ ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോയില്ല എന്നർത്ഥം. ശരീരത്തിൻ്റെ പുറകിൽ പാടുകളില്ല, മുറിവില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് തന്നെയാണ് പോയത് എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിന് ശേഷം പതാക വഹിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അദ്ദേഹവും മരണം വരെ പോരാടി, ധീരമായി പോരാടി. അദ്ദേഹവും ഷഹീദായി. അദ്ദേഹത്തിൻ്റെ വധത്തിന് ശേഷം അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട വാൾ എന്നറിയപ്പെടുന്ന ധീരനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തുടർന്ന് ഇസ്ലാമിൻ്റെ പതാക ഏറ്റെടുത്തു. അദ്ദേഹം ശക്തമായി തിരിച്ചടിച്ചു. സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം റോമക്കാരിൽ ഭയം ജനിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ മുൻഭാഗത്തു നിന്ന് സൈന്യത്തെ പിന്നിലേക്ക് വലിച്ചു, പിന്നിലുള്ള ആളുകളെ മുന്നിലേക്ക് കയറ്റി നിർത്തി. അപ്പോൾ റോമക്കാർ കരുതി പുതിയ സൈന്യം എത്തിയിട്ടുണ്ട് എന്നാണ്. അതാണ് ആ പുനഃസംഘടന. തന്ത്രപൂർവമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വിജയത്തിൽ എത്തിച്ചേർന്നു. റോമക്കാർ മുസ്ലിം സൈന്യത്തെ പിന്തുടരാൻ ഭയപ്പെട്ടു. അവർ പിന്മാറി. അങ്ങനെ മുസ്ലിങ്ങൾ വിജയിച്ചു. മുസ്ലിം സൈന്യം സുരക്ഷിതരായി മദീനയിലെത്തി. അവർ മദീനയിലെത്തും മുമ്പ് യുദ്ധക്കളത്തിൽ നിന്നുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പും അവിടുത്തെ വർത്തമാനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവ്യ സന്ദേശം മുഖേന അറിഞ്ഞു, പ്രവാചകൻ അറിയിക്കപ്പെട്ടു. അവിടുന്ന് പ്രഖ്യാപിച്ചു, ആളുകളോട് മദീനയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, പതാക ഏന്തി യുദ്ധം നയിച്ച സെയ്ദ് മരണം വരിച്ചു. പിന്നെ ജഅഫർ പതാക ഏന്തി അദ്ദേഹവും മരണപ്പെട്ടു. തുടർന്ന് ഇബ്നു റവാഹ പതാക വഹിച്ചു, അദ്ദേഹവും ഷഹീദായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നയനങ്ങൾ, കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവിടുന്ന് തുടർന്നു, പിന്നെ നേതൃത്വം ഏറ്റെടുത്തത് അള്ളാഹുവിൻ്റെ വാളുകളിൽ ഒരു വാളാണ്. അദ്ദേഹത്തിലൂടെ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹു വിജയം നൽകി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈന്യം എത്തുന്നതിന് മുമ്പും അവരുടെ വാർത്ത എത്തും മുമ്പും മദീനയിലെ ആളുകളോട് പ്രവാചകൻ പങ്കുവെച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സഹോദരനാണ്, അബൂ താലിബിന്റെ മകനാണ്. ജഅഫറിന്റെ വീട്ടിലേക്ക് പ്രവാചകൻ ചെന്നു. ആ കുട്ടികളെ വിളിച്ചു ചേർത്തു. ജഅഫറിന്റെ ഭാര്യ ചോദിച്ചു, എന്താണ്? ജഅഫറിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. അവർ കരഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഒരുക്കി കൊടുക്കുക. അവർ ഇപ്പോൾ അതിൽ അശ്രദ്ധരാണ്. അയൽവാസികളോട്, മറ്റുള്ള ആളുകളോട് മരിച്ച വീട്ടിൽ ഭക്ഷണം എത്തിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രംഗമായിരുന്നു അത്. മുസ്ലിങ്ങളിൽ നിന്ന് 12 പേർ ഈ യുദ്ധത്തിൽ ഷഹീദായി. ഈ ശക്തമായ പോരാട്ടത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഷഹീദായത് 12 ആളുകളാണ്. റോമൻ സൈന്യത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിന് കൃത്യമായ കണക്കില്ല. എന്നാൽ യുദ്ധക്കളത്തിലെ വർത്തമാനമനുസരിച്ച് നോക്കിയാൽ അവരുടെ മരണസംഖ്യ എത്രയോ അധികമാകാനാണ് സാധ്യത. ഇതായിരുന്നു മുഅ്ത രണാങ്കണത്തിൽ ഉണ്ടായ യുദ്ധം. അപ്പൊ ഈ യുദ്ധത്തിലേക്കുള്ള കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ കയറി ആക്രമിക്കുകയായിരുന്നില്ല. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ച പ്രവാചകന്റെ ദൂതനെ പിടിച്ചുകെട്ടി ബന്ധനസ്ഥനാക്കി കൊന്നുകളഞ്ഞതിൻ്റെ പ്രതികാരം ചോദിക്കാനാണ് അവരിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവർ നിഷേധിച്ചപ്പോഴാണ് പിന്നീട് യുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധം അവസാനം, എന്നാൽ പ്രവാചകൻ മദീനയിൽ വെച്ച് ഇന്ന ആളുകളൊക്കെ സൈന്യത്തിൻ്റെ കൊടിയേന്തണമെന്ന് മുൻകൂട്ടി പറഞ്ഞപ്പോൾ ഈ ആളുകളെയൊക്കെ
മരണം സംഭവിക്കുമെന്ന് പ്രവാചകന്റെ വാക്കുകളിൽ ഉണ്ടല്ലോ. സെയ്ദ് കൊടിയേന്തണം, പതാക വഹിക്കണം. സെയ്ദ് മരണപ്പെട്ടാൽ ജഅഫർ പതാക വഹിക്കണം. ജഅഫർ മരണപ്പെട്ടാൽ അബ്ദുല്ലാഹിബിൻ റവാഹ പതാക ഏന്തണം എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. ഈ മൂന്നാളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും ഈ മൂന്നാളുകൾക്കും ഷഹീദുകളാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിച്ചു. അതിൻ്റെ ശേഷം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട വാൾ പതാക ഏന്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ അള്ളാഹു വിജയം നൽകി. അതേ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം നേതൃത്വം കൊടുത്ത ഒരു യുദ്ധവും പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇസ്ലാമിന് മുമ്പ് ഉഹദ് യുദ്ധത്തിന്റെ ഗതി മാറ്റിയത് ഖാലിദിന്റെ നേതൃത്വമായിരുന്നു. പിന്തിരിഞ്ഞോടുന്ന ആ സൈന്യം, ഖുറൈശി സൈന്യം, മലമുകളിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ കുന്നിന്റെ മീതെ ജബൽ റുമാത്തിൽ നിന്ന് ആളുകൾ താഴത്തേക്ക് ഇറങ്ങിയ സമയം പിന്തിരിഞ്ഞോടുന്ന ഖാലിദ് നോക്കുമ്പോൾ മലമുകളിൽ ആരുമില്ല. അവരാണ് കാവൽക്കാർ. അവരില്ലാത്ത സന്ദർഭത്തിൽ അതിൻ്റെ പിന്നിലൂടെ തൻ്റെ കുതിരപ്പടയാളികളെ നയിച്ച് ആ മലമുകളിൽ നിന്ന് ബാക്കിയുള്ള ആളുകളെ കൊന്ന് അതിൻ്റെ പിന്നിലൂടെ വന്ന് മുസ്ലിങ്ങളുടെ പുറകിലൂടെ അറ്റാക്ക് ചെയ്ത് മുസ്ലിങ്ങളുടെ യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത് അന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വമായിരുന്നു. അന്ന് ഖാലിദ് മുസ്ലിമല്ല, പിന്നീടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ മുഅ്ത യുദ്ധം ജയിച്ചു. അള്ളാഹു തആല വിജയം നൽകി. അതേ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ വിശേഷിപ്പിച്ചത് സൈഫുല്ലാഹിൽ മസ്ലൂൽ, അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട വാൾ എന്നായിരുന്നു. അപ്പൊ ഇതാണ് ചരിത്രം. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. യുദ്ധത്തിൽ പ്രവാചകൻ നീതി പുലർത്തിയിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകൾ. അവിടുത്തെ ഉപദേശത്തിൽ നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത്, നിങ്ങൾ പ്രായം ചെന്ന ആളുകളെ കൊല്ലരുത്, ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കൊല്ലരുത്, ഈത്തപ്പനകൾ മുറിക്കരുത്, അതുപോലെ വൃക്ഷങ്ങൾ നശിപ്പിക്കരുത്, കെട്ടിടങ്ങൾ തകർക്കരുത്. ഇതൊക്കെ പ്രവാചകന്റെ ഉപദേശമാണ് യുദ്ധത്തിൽ പോകുമ്പോൾ. അപ്പോ സമാധാനം ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ യുദ്ധം ചെയ്തത്. ഇസ്ലാമിനെതിരെ വന്ന ശത്രുക്കളെ തടയിടുക എന്നതായിരുന്നു ലക്ഷ്യം. അത് അള്ളാഹു പൂർത്തീകരിച്ചു. ഇതാണ് ചരിത്രം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, പഠിക്കുക. ചരിത്രത്തിന്റെ യഥാർത്ഥ രൂപം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.